ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇന്ന് സംഭവിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീഡിയോ ഒന്നും കാണാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ എൻ്റെ മകളെയും കൂട്ടി പിന്നെ മകളെ സ്കൂളിലേക്ക് വണ്ടി കയറ്റാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു ആള്, എനിക്ക് പരിചയമുള്ള ആൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ബൈക്കിൽ പോകുന്ന സമയത്ത് എന്നോട് വിളിച്ചു പറഞ്ഞു, ഹയർച്ച് പൂട്ടിയല്ലേ. അപ്പോൾ ഒരുപാട് ആൾക്കാർ, എന്നെ അറിയുന്നവരും അറിയാത്തവരുമായ ആൾക്കാർ എൻ്റെ വീഡിയോകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നും ഒക്കെയാണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോടൊന്നും ഞാൻ ഇതുവരെ ഇതിനെക്കുറിച്ച്, ഹൈറച്ചിനെ കുറിച്ചോ എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ചോ ഒന്നും സംസാരിക്കാത്ത ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇന്ന് ബൈക്ക് ഓടിച്ച് പോകുന്നതിനിടയ്ക്ക് വിളിച്ചു പറഞ്ഞതാണ്, ഹൈറച്ച് പൂട്ടിയല്ലേ. അപ്പോൾ അദ്ദേഹം എൻ്റെ വീഡിയോകളൊക്കെ കാണുന്ന ഒരാളാണെന്ന്, അല്ലെങ്കിൽ കാണാനിടയായ ഒരാളാണ്, ശ്രദ്ധിക്കാൻ ഇടയായ ഒരാളാണെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ പ്രധാനമായിട്ടും ഇത് ഒന്ന് പറഞ്ഞു പോയതാണ്. അപ്പോൾ ഈ വീഡിയോ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് EDയുടെ കേസിനെ സംബന്ധിച്ചും, ഒന്ന് നമ്മുടെ നമ്മുടെ പരാതിക്കാർ കൊടുക്കുന്ന ലയബിലിറ്റി ലിസ്റ്റിൽ വരാനുള്ള കേസിനെ കുറിച്ചുമാണ്. അപ്പോൾ ഒന്നാമതായി പറയാനുള്ളത് നമ്മുടെ EDയുടെ കേസിനെ കുറിച്ചാണ്. EDയുടെ റെയ്ഡിന് ശേഷം EDക്ക് പരാതി നൽകിയ വ്യക്തിയെ EDയുടെ ഓഫീസിൽ നിന്ന് ബന്ധപ്പെടുകയും അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, EDയുടെ ഓഫീസിലേക്ക്, കൊച്ചിയിലെ ഓഫീസിലേക്ക് പിന്നെ അദ്ദേഹത്തോട് വരാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ലീഡർമാരുടെയും മറ്റ് പിന്നെ പോൺസി സ്കീമിൻ്റെ കാര്യങ്ങളും ഒക്കെ അദ്ദേഹം ആൾറെഡി EDയുമായിട്ട് പങ്കുവെച്ചതാണ്. എന്നാലും അദ്ദേഹം വരും ദിവസങ്ങളിൽ അദ്ദേഹം EDയുടെ ഓഫീസിൽ പോവുകയും ഇതിൻ്റെ മൊത്തം കാര്യങ്ങൾ, ഇവരെങ്ങനെയാണ് പറ്റിച്ചതെന്നും ഇവരുടെ പ്രൊമോട്ടർമാർ ആരാണെന്നും അദ്ദേഹത്തിന് അറിയുന്ന എല്ലാ കാര്യങ്ങളും EDയായി പങ്കുവെക്കുന്നതാണ്. അതോടുകൂടി ED ഇവരുടെ അടിപേര് മാന്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ രണ്ടാമതായി ഉള്ള കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പരാതി നൽകണം, ആർക്ക് പരാതി നൽകണം, ഇതിൻ്റെ ഫോർമാറ്റ് എന്താണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നോടും ഒരുപാട് ആൾക്കാർ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്നുകിൽ നിങ്ങൾ സ്വന്തം നിലയ്ക്ക് ഒരു മലയാളത്തിലോ ഇംഗ്ലീഷിലോ പരാതി തയ്യാറാക്കുക. ഞാനിങ്ങനെ ഹൈറച്ച് ഓൺലൈൻ ഷോപ്പിൽ ഇത്ര രൂപ ഇന്ന ആളുടെ നിർദ്ദേശപ്രകാരം ഇന്ന ആൾ നിരന്തരം എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചതുകൊണ്ട് ഞാൻ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പത്രമാധ്യമങ്ങളിലൂടെയും ഒക്കെ എനിക്ക് മനസ്സിലായത് ഈ കമ്പനി തട്ടിപ്പാണെന്നും ഗവൺമെൻറ്റും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഒക്കെ നടപടികൾ എടുത്തിട്ടുണ്ട് എന്നും കഴിഞ്ഞ 2 മാസമായി എനിക്ക് യാതൊരുവിധ ലാഭവിഹിതമോ ഇൻട്രസ്റ്റോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേ ഔട്ട് ലഭിക്കുന്നില്ല എന്നും, അതിനാൽ എനിക്ക് വന്ന നഷ്ടം നിയമപരമായ കാര്യങ്ങളിലൂടെ ലഭിക്കണമെന്നും ലഭിക്കാനുള്ള നടപടികൾ ഉണ്ടാവണമെന്നും താഴ്മയോടെ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുള്ള ഒരു അപേക്ഷ തയ്യാറാക്കുക. ചെറിയ ചെറിയ കേസുകളാണെങ്കിൽ 10,000, 20,000, 30,000, 40,000 ഒക്കെയുള്ള കേസുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള അപേക്ഷ തയ്യാറാക്കുക. അല്ലെങ്കിൽ വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത് ഇത് നിയമപരമായിട്ടുള്ള ഒരു കാര്യമാണ്, ബഡ്സ് ആക്റ്റിൽ വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു വക്കീലിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇതിനു വേണ്ടിയുള്ള അപേക്ഷ തയ്യാറാക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യുക എന്നതാണ് പറയാനുള്ളത്. അപ്പോൾ അദ്ദേഹം തയ്യാറാക്കിയാലും നിങ്ങൾ തയ്യാറാക്കിയാലും അത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളിൽ എത്രയും പെട്ടെന്ന് ഹാജരാക്കുകയും അതിൻ്റെ റെസീറ്റ് വാങ്ങുകയും അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുകയും ഇതിൽ FIR ഇടുകയും വേണം. FIR ഇടാൻ ഏതെങ്കിലും താമസമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പിന്നെ
ബന്ധപ്പെടാവുന്നതാണ്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാപ്പിക്കാൻ സാധിക്കും. അങ്ങനെയല്ല, നമുക്കൊരു പോലീസ് ഉദ്യോഗസ്ഥനെ സമ്മർദ്ദം ചെലുത്താനുള്ള പിന്നെ കപ്പാസിറ്റി ഉണ്ട് എന്നല്ല പറയുന്നത്. പക്ഷേങ്കിൽ ഇദ്ദേഹത്തിൽ ആരെങ്കിലും പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആൾക്കാർ അദ്ദേഹത്തെ വിളിക്കുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിക്കും. മറ്റ് സമാന കേസുകളുടെ കാര്യങ്ങൾ വിവരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ചിലപ്പോൾ ഒരു കേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊന്നും അറിയണ്ടാവില്ല. എന്നാൽ അതായിരിക്കില്ല മറ്റുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഒരുപാട് ആൾക്കാർ ഇത് ചേരുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ചേരുന്നുണ്ടാകും. ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ കംപ്ലൈൻറ്റ് കൊടുക്കാൻ തയ്യാറാവും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ തയ്യാറാക്കി FIR ഇട്ടതിന് ശേഷം ആ FIRൻ്റെ കോപ്പിയും നിങ്ങളുടെ പരാതിയുടെ കോപ്പിയും വച്ചിട്ട് ഇങ്ങനെ ഞാൻ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്, പിന്നെ ഈ കമ്പനിക്കെതിരെ ബഡ്സ് ആക്ട് പ്രകാരം നിയമ നടപടി എടുത്തിട്ടുണ്ട്, അതിനാൽ തന്നെ എന്നെ ലയബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും എത്രയും പെട്ടെന്ന് എനിക്ക് വന്നിരിക്കുന്ന എൻ്റെ നഷ്ടം പിന്നെ തിരിച്ചു തരാനുള്ള നടപടികൾ ഉണ്ടാവണം, ഈ കമ്പനിയിൽ നിന്ന് പിടിച്ചെടുത്ത് തിരിച്ചു തരാനുള്ള നടപടികൾ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ജില്ലാ കളക്ടർക്ക് അതത് ജില്ലാ കളക്ടർക്കാണ് നിങ്ങൾ പിന്നെ അപേക്ഷ നൽകേണ്ടത്. ജില്ലാ കളക്ടർക്ക് വേണ്ടി ADM ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ ബഡ്സ് ആക്ടിൻ്റെ നോഡൽ ഓഫീസറായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതത് ജില്ലയിലെ ADMനെയാണ്. അപ്പോൾ ADM അതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളും. അതൊക്കെ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് പരാതി തയ്യാറാക്കാം. ഒന്ന്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സ്വന്തം രീതിയിൽ തയ്യാറാക്കി ഇത്തരം കത്തിടപാടുകൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു വക്കീലിനെ ഏൽപ്പിച്ച് അദ്ദേഹത്തിന് ചെറിയ രീതിയിലുള്ള ഫീസൊക്കെ നൽകേണ്ടി വരും. എന്നാലും നിങ്ങൾക്ക് സംഭവിച്ചത് എനിക്കറിയാൻ കഴിഞ്ഞത് 10 ലക്ഷവും 15 ലക്ഷവും 30 ലക്ഷവും 40 ലക്ഷവും ഒക്കെ ഇട്ട ആൾക്കാരെ കുറിച്ച് എനിക്ക് നേരിട്ടറിയാം. അപ്പോൾ അവരൊക്കെ തന്നെ ഒരു വക്കീലിനെ കണ്ട് ഇംഗ്ലീഷിൽ അപേക്ഷ തയ്യാറാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ലൈവുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നുള്ള അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടോ നമുക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിക്കും. എന്തായാലും ജിനിൽ ജോസഫ് പറഞ്ഞ 10 ദിവസം അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 8 മണിയോടുകൂടി ജിനിൽ ജോസഫിൻ്റെ 10 ദിവസം അവസാനിക്കുന്നതാണ്. ഇപ്പോൾ ഒരു കാര്യവും സംഭവിക്കാൻ പോകുന്നില്ല ഈ 10 ദിവസത്തിനിടയ്ക്ക്. പിന്നെയുള്ള അതിപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് നാളെ സംഭവിക്കാൻ പോകുന്നത്, നാളെ ഇവരുടെ ജാമ്യാപേക്ഷയാണ്. ജാമ്യാപേക്ഷ 100%, 101% എന്നൊന്നും പറയുന്നില്ല, 100% തള്ളും. അപ്പോൾ നാളെ വൈകിട്ടോടുകൂടി, നാളെ ഉച്ചക്കിടക്ക് ആ അപേക്ഷ തള്ളുകയും അതിനുശേഷം വൈകിട്ടോടുകൂടി അവർ സറണ്ടർ ആവുകയും ചെയ്യുന്നതാണ് എന്നുള്ള കാര്യമാണ് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. ബൈ.